എന്റെ കല്യാണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചക്കര കിട്ടുന്നില്ല. ഹലോ ഓക്കെ. അപ്പോ മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഞാനല്ല എന്റെ വീട്ടിൽ നിന്നാണ് സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ മാതിരി ഖത്തർ തന്നെയുള്ള ഒരു ചെറുക്കൻ, ഇവിടെ ഒരു ചെറുക്കനുണ്ട് എന്ന് അവസാനം അവർ കണ്ടുപിടിച്ചു. അങ്ങനെ അപ്പൊ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റ്, നമ്മൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ എന്നെ വിളിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ ഇവരെ അറിയൊന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞു ഇന്ന് തന്നെ എന്നാൽ മീറ്റ് ചെയ്യാം, ഈവനിങ് ആവുമ്പോൾ ഇന്ന റെസ്റ്റോറന്റിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ അങ്ങനെ എനിക്ക് ചെറുക്കനെ മുഖം അറിയത്തില്ല, പേരറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ പോയി, എന്താണെങ്കിലും കാണാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചെന്നു. ഞാനിങ്ങനെ നോക്കുകയാണ്, എന്നെ ആരും നോക്കുന്നില്ല. ചെറുക്കൻ ഏതാന്ന് എനിക്ക് അറിയില്ലല്ലോ, നോക്കുകയാണ്. അപ്പൊ ഒരാള് ഹൈ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ കൊള്ളാം, നല്ല ചിക്കൻ. അപ്പൊ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഇരുന്നു. വാർത്താനൊക്കെ പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോന്നു. സത്യമായിട്ടും അങ്ങനെ. എന്നിട്ട് പുള്ളി എന്തൊക്കെയോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ മറുപടിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വേറൊരു ചെറുക്കൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ അതായിരുന്നു ശരിക്കുള്ള ചെറുക്കൻ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ ചെറുക്കൻ എന്തിനാ അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? കാരണം ഇവനാണ് എന്റെ കൈ വെച്ച് ഹലോ എന്നിട്ട് വിളിച്ചത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഈ ചെറുക്കനാന്ന് വിചാരിച്ച് പോയത്. അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അപ്പൊ എങ്ങനെ എന്നാ അറിയില്ലേ? ഞാൻ റേഡിയോയില് കോൺടെസ്റ്റിലൊക്കെ വിന്നറായിട്ട് നമ്മള് റെസ്റ്റോറന്റിന് വൗച്ചറൊക്കെ തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആണോ, ശരി താങ്ക് യു, അങ്ങനെ ഉണ്ടായി. പക്ഷെ പുള്ളി പിന്നെ എന്റെ ഫ്രണ്ട് അയച്ചിട്ടുണ്ട്, സ്മിൻറ്റോ എന്നായിരുന്നു പേര്. പക്ഷെ ആക്ച്വലി ഒരു എന്താ പറയാ കോമഡി സംഭവം ആയിരുന്നെങ്കിലും പുള്ളി നല്ല ഫ്രണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്.